ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിരമണീയമായ ഒരു മലയോര ഗ്രാമമാണ്. ഇത് കറക്റ്റായിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പത്തനാപുരത്തിനും കോന്നിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അത്രത്തോളം നല്ല മനോഹരമായ ഒരു സ്ഥലം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്രത്തോളം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ ചൂട് സമയത്താണെങ്കിലും വൈകുന്നേരമൊക്കെ ഈ മലയുടെ മുകളിലൊക്കെ കയറി നല്ല കാറ്റും എന്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്ന പത്തനംതിട്ടയുടെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണല്ലോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലെ പകുതിയിലധികം ഭാഗവും വനപ്രദേശമാണ്. പിന്നെ നല്ല ഭംഗിയായില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഭംഗിയാണ്. നേരത്തെ ഇവിടെ എല്ലാം റബ്ബറായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏരിയ ആണ്. ഇവിടെ നേരത്തെയൊക്കെ ഫുള്ള് റബ്ബറും കയറി. ഇപ്പോൾ അതെല്ലാം അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അതെല്ലാം വെട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പൈനാപ്പിൾ കൃഷിയാണ്. അതിൻ്റെ ഇടവേളയായിട്ട് ആണ് റബ്ബർ നട്ടിട്ടുണ്ട്. അപ്പം രണ്ടും നടക്കുമല്ലോ. നിങ്ങൾക്ക് കാണാമല്ലോ, റബ്ബറും ഉണ്ട് പൈനാപ്പിളും ഉണ്ട്. അപ്പം നല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ റോഡ് പോലൊക്കെ ഇല്ലായിരുന്നു. എത്രയോ ആൾക്കാരുടെ എത്ര നാളത്തെ പരിശ്രമത്തിൻ്റെ ബലമാണെന്നറിയാം ഇപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പോകും. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ കാണാമല്ലോ, എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നറിയാമോ. എന്തോരം വലിയ പാറകളും അരുവികളും ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലം. ഒരു പ്രകൃതിയോട് അത്രത്തോളം ഇണങ്ങി ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ടയിലെ ഈ ഒരു സ്ഥലം. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അന്നേരം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്താണ്. കണ്ട സൂര്യനൊക്കെ ഇങ്ങനെ, ഇത് നല്ല ഭംഗിയാണ്. പാറകളാണ്. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. അരുവികളും നല്ല രസമാണ്. ചെറിയൊരു പൂക്കൾ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പം തന്നെ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അത്രത്തോളം ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം. അത്രത്തോളം ശാന്തമായിട്ട് നമുക്ക് കുറേ നേരം ഇരിക്കാം. അത്രത്തോളം ഒരു ബഹളങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു മയിലിരിക്കുന്നു ഇവിടെ. അന്നേരം പതുക്കെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നത്. പക്ഷേ അതിനൊരു പേടിയില്ലായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ മയിലും പന്നികളും പിന്നെന്താ മുള്ളംപന്നി എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു കൗതുകമായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ താമസിക്കുന്നവർ വെച്ചാൽ എല്ലാം വിളകളൊക്കെ നശിപ്പിക്കുകയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ആരും ഇതിനെയൊന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത്രത്തോളം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കോടമഞ്ഞുമൊക്കെ ഇങ്ങനെ പതിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. ഇളം കാറ്റുകളും നല്ല ഭംഗിയാണ്. ഞങ്ങളങ്ങനെ പകുതി ദൂരം വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുമ്പോഴാണ് ഒരു മഹാദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. അത്രത്തോളം ശക്തിയുള്ള ക്ഷേത്രമാണ്. ഞങ്ങളിങ്ങ് കയറി വന്നപ്പോഴത്തേക്ക് നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു. കണ്ടോ, ഇത് അത്രത്തോളം ഉയരത്തിലാണ്. ആ മലയുടെ ഏറ്റവും നല്ല ഉയരത്തിലുള്ള സ്ഥലമാണ്. ഞങ്ങൾ അത്രത്തോളം നടന്നു വന്നു. നല്ല രസമാണ് ഇവിടെ. നല്ല വെയിലൊക്കെ ആയിരുന്നു. പെട്ടെന്നൊരു മഴ പെയ്തു ഇവിടെ. അത്രത്തോളം നല്ല ശാന്തസുന്ദരമായ സ്ഥലം. പിന്നെ ഞങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോവുകയാണ്. കണ്ടോ, ഇവിടെ ഇഷ്ടം പോലൊക്കെ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്ത് നമുക്ക് തരുമൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. കണ്ടോ, നല്ല തട്ടുതട്ടായിട്ട് ഭൂമിയൊക്കെ. നല്ല രസമുള്ള സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പ്രകൃതി ഭംഗി അത്രത്തോളം ആസ്വദിക്കാൻ പറ്റിയ ശാന്തസുന്ദരമായ ഒരു സ്ഥലം. അങ്ങനെ ഒച്ചയും ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് കുറേ നേരം ഇവിടെ വിശ്രമിക്കാം, നടക്കാം. അങ്ങനെയുള്ള ഒരു ശല്യങ്ങളുമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.